ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമാ വ്യവസായമാണ് ബോളിവുഡ്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കഥകളെയും സംസ്കാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി എന്നാണ് ബോളിവുഡിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുക. അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുഖ്യധാരാ സിനിമയിൽ ഹിന്ദു ഫോബിയുടെ ഒരു അസ്വസ്ഥജനകമായ പ്രവണത ഉയർന്നു വന്നിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. പലപ്പോഴും തങ്ങളുടെ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും സിനിമാ രൂപത്തിലുള്ള ചിത്രീകരണം ഹിന്ദു സമൂഹത്തിൽ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ ഒരുപാട് വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദു കഥാപാത്രങ്ങളെയും പ്രതീകങ്ങളെയും പാരമ്പര്യങ്ങളെയും വികലമായി ചിത്രീകരിക്കുന്നത് ആവർത്തിക്കുന്നത് പലപ്പോഴും ഇന്ത്യയിൽ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും ഹിന്ദു വിരുദ്ധ വികാരമാണ് ബോളിവുഡ് പേറുന്നത് എന്ന ആരോപണത്തിലേക്കും ഇത് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. ചരിത്രവും സമീപകാല ഉദാഹരണങ്ങളും അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഹിന്ദു സംസ്കാരത്തെ അവഹേളിക്കുന്ന രീതിയിൽ സിനിമ ചിത്രീകരിക്കുന്നത് ബോളിവുഡിൽ പുതിയ കാര്യമല്ല. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് നമുക്ക് എന്തും ആവിഷ്കരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടിയാണ്. എന്നാൽ സമീപ വർഷങ്ങളിൽ അതിന്റെ തീവ്രത വർദ്ധിച്ചു എന്ന ആരോപണമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. 2014 റിലീസായ PK, 2012 റിലീസായ ഓ മൈ ഗോഡ് തുടങ്ങിയ സിനിമകൾ ഹിന്ദു മതാചാരങ്ങളെ ചോദ്യം ചെയ്തും പരിഹസിച്ചും വിവാദങ്ങൾ സൃഷ്ടിച്ച സിനിമകളാണ്. 1999 കാണ്ഡഹാർ വിമാനം ബ്രാഞ്ചൽ ഇതിവൃത്തമാക്കി ഒരുക്കിയ IC-814 ദ കാണ്ഡഹാർ ഹൈജാക്ക് ഈ പ്രവണതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഹൈജാക്കിങ്ങിൽ ഉൾപ്പെട്ട ഭീകരരെ ചിത്രീകരിച്ചതു മുതൽ സിനിമയുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. IC-814 യഥാർത്ഥ ഹൈജാക്കന്മാർ ഇസ്ലാമിക തീവ്രവാദികളായിരുന്നു. എന്നിട്ടും സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് ഹിന്ദു പേരുകൾ നൽകിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിയിച്ചത്. ഈ തീരുമാനം ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിക്കുവാനും ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമമായിട്ടായിരുന്നു ഹിന്ദു സമൂഹം കണ്ടതും. ഇത്തരം ചിത്രീകരണങ്ങൾ ചരിത്രത്തെ തെറ്റായി ചിത്രീകരിക്കുക മാത്രമല്ല, ഹിന്ദുക്കളെ അന്യായമായി അപകീർത്തിപ്പെടുത്തുന്ന വിശാലമായ ആഖ്യാനത്തിന് സംഭാവന നൽകുകയും ചെയ്തുവെന്നാണ് വിമർശകർ പ്രധാനമായും വാദിച്ചത്. ഹിന്ദു ചിഹ്നങ്ങളും രൂപങ്ങളും പ്രതീകങ്ങളും പലപ്പോഴും നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നതും പലപ്പോഴും ബോളിവുഡിനെ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്ന ഒരു ഘടകമാണ്. ഈ പ്രവണത പൊതുബോധത്തെ രൂപപ്പെടുത്തുകയും ചില ദോഷകരമായ സ്റ്റീരിയോടൈപ്പുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തിന്റെ വികാരത്തെ മാനിക്കുമെന്നാണ് നെറ്റ്ഫ്ലിക്സ് കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ബോളിവുഡ് സിനിമകളിൽ ഹിന്ദുക്കളെ വില്ലന്മാരായോ തീവ്രവാദികളായോ സ്ഥിരമായി ചിത്രീകരിക്കുന്ന വിശാലമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങളുടെ വിശ്വാസം അന്യായമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായി കരുതുന്ന ഹിന്ദു സമൂഹത്തിനുള്ളിൽ ഇത് അന്യവൽക്കരണവും നീരസവും വളർത്തുന്നുണ്ട്. മാത്രമല്ല, മതേതരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ മൂല്യങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു രാജ്യത്ത് വിഭജനത്തിന് വിത്തുവിടുന്നതിന് തുല്യമാണ് ഇത് എന്ന വാദവും ഉയരുന്നു. 2018 റിലീസായ പത്മാവത് പോലെയുള്ള സിനിമകൾ ഹിന്ദു രജപുത്ര യോദ്ധാക്കളെ ചിത്രീകരിച്ചതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സിനിമയാണ്. അതുപോലെ തന്നെ ജനപ്രിയ വെബ് സീരീസായ സെക്രട്ട് ഗെയിംസിൽ തൃശൂലം, ഭഗവത്ഗീത തുടങ്ങിയ ഹിന്ദു ചിഹ്നങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗങ്ങളിൽ ഉപയോഗിച്ചതും വിവാദത്തിനിടയാക്കി. ഏതു മതത്തിനകത്തുമുള്ള ആചാരങ്ങളെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടത് പ്രധാനമാണെങ്കിലും അത് ബഹുമാനത്തോടെയും നീതിയോടെയും ചെയ്യണമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ശരിക്കും പ്രതിഫലിപ്പിക്കുന്നതിന് ബോളിവുഡ് എല്ലാ മതക്കാരെയും അവർ അർഹിക്കുന്ന അന്തസ്സോടെയും ബഹുമാനത്തോടെയും ചിത്രീകരിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. സിനിമാ വ്യവസായത്തിന് പൊതുധാരണ രൂപപ്പെടുന്നതിൽ ശക്തമായ സ്വാധീനമുണ്ട്. അതിനൊപ്പം മുൻവിധിയും പക്ഷപാതവും നിലനിൽക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. ബോളിവുഡിൽ ഹിന്ദു ഫോബിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമ്പോൾ സിനിമാ നിർമ്മാതാക്കൾ അവരുടെ കഥ പറച്ചിലിൽ കൂടുതൽ മനസാക്ഷിപരമായ സമീപനം സ്വീകരിക്കേണ്ടതും പ്രധാനമാണെന്നും വിമർശകർ ഉയർത്തുന്നു. പതിറ്റാണ്ടുകളായി ഹിന്ദുക്കളെ ബോധപൂർവം അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ബോളിവുഡിൽ നിന്നുള്ള നിരവധി സിനിമകളെക്കുറിച്ച് ഈ കൊടുത്തിരിക്കുന്ന ട്വീറ്റിലും വ്യക്തമാണ് എന്നാണ് വിമർശകർ പറയുന്നത്. ഇത് കേവലം യാദൃശ്ചികവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണോ അതോ ബോധപൂർവമായ തന്ത്രമാണോ എന്നതിലെ തീരുമാനം മാന്യമായ സബ്സ്ക്രൈബേഴ്സിന് വിടുന്നു.